അമേരിക്കൻ സൈനികരുടെ രഹസ്യ മേഖല കണ്ടെത്തി ആക്രമിക്കാൻ ഇറാൻ തീരുമാനിച്ചു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു യുദ്ധതന്ത്രമാണ് ഭാവിയിൽ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വരാനുള്ളത് എന്ന് ഇറാനിയൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില അന്വേഷണ വിഭാഗങ്ങൾ അവിടെ ഉയർന്നു വന്നത്. എവിടെ? അമേരിക്കയിൽ. എന്താണ് ഇതിൻ്റെ ഈ അടിസ്ഥാനം, എന്തൊക്കെയാണ് ഇറാൻ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്ത്രങ്ങൾ മെനയുന്നത് എന്നുള്ളതാണ്. അതിനവർ പറയുന്ന കാര്യം, അമേരിക്കയുടെ രഹസ്യ മേഖല തിരഞ്ഞു നടക്കുകയാണ് ഇറാൻ്റെ ചാരന്മാർ അറേബ്യൻ രാജ്യത്തുടനീളം. ചാരന്മാർ എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ രാജ്യത്തിലെ പൗരന്മാരും ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ ചാരന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോരോ കാര്യം വളരെ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചിട്ട് ആ വിവരങ്ങൾ ഇറാന് കൈമാറുന്നു. അല്ലെങ്കിൽ ആ മേഖലയുടെ വിവരങ്ങൾ പറഞ്ഞാൽ പിന്നെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ടെത്താൻ വേണ്ടി ഇറാന് സാധിക്കുന്നു. അഥവാ ഇപ്പോൾ നമ്മൾ എണ്ണി വരുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ കുവൈറ്റ്, ഖത്തർ, ബഹ്റൈന്, UAE തന്ത്രപ്രധാനമായിരിക്കുന്ന 4 അറേബ്യൻ രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് ബേസ് ഉണ്ട്. ആ ബേസ് എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, 5ാം കപ്പൽപ്പടയൊക്കെ നേരൊക്കെ വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ലോകത്തിന് അറിയാവുന്നതാണ്, പബ്ലിക്കാണ്. അതുകൊണ്ട് എവിടെ നിരീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതല്ല, നിരീക്ഷിക്കണം എങ്കിലും ഏതൊക്കെ മേഖലയാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഇതിപ്പോൾ നമുക്കറിയാം, ഖത്തറിലെ ഉദൈദ മേഖലയോട് കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്കുണ്ട്. ഇവിടെ ബഹ്റൈനിലാണെങ്കിൽ ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ അതിർത്തി പങ്കിടുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ എല്ലാ ഭാഗങ്ങളും വളരെ കൃത്യമാണ്. പക്ഷേ അതിനപ്പുറമായ രീതിയിൽ ഈ എവിടെന്നോ ഇറാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ വലിയ നിരീക്ഷണങ്ങളും പരിശോധനകളും നടത്തിയിട്ടും കൃത്യമാവാത്ത രീതിയിലുള്ള ആക്രമണം, മിസൈൽ ആക്രമണങ്ങൾ അടക്കമുള്ളത് തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. ഏത് രാജ്യത്തിൽ നിന്നാണ് എന്ന് കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത് കഴിഞ്ഞ വർഷം തന്നെ ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം, ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് 3-ലധികം ആക്രമണം നടന്നു ഇറാൻ്റെ അകത്ത്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അമേരിക്ക പറഞ്ഞു ഞങ്ങളല്ലാതെ ചെയ്തത്, ഞങ്ങൾക്ക് അതിൽ പങ്കാളിത്തം ഇല്ലയെന്ന്. അമേരിക്ക ഒരിക്കലും ചെയ്തത് പങ്കാളിത്തമില്ല എന്ന് പറയാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പിന്നെ ആര് എന്ന ചോദ്യത്തിന് വല്ലാത്ത രീതിയിൽ പകച്ചു നിൽക്കുന്ന ഒരു സ്ഥിതി വരും. ഇസ്രായേലിലേക്ക് അത് ചൂണ്ടുപലക വെച്ച് നോക്കുന്ന സമയത്ത് ഇസ്രായേലാണ് ചെയ്തത് എന്നതിന് തെളിവ് ഹാജരാക്കാൻ വേണ്ടി പറ്റില്ല. ഒരു പക്ഷേ അവരാവാം. ഇറാൻ വീണ്ടും അന്വേഷണം നടത്തിയ സമയത്താണ് കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങളിലെ ആന്തരികമായി, അതായത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ പ്രതലത്തിലും ഭൂമിയുടെ അടിഭാഗത്തും അമേരിക്കയ്ക്ക് സൈനിക കേന്ദ്രമുണ്ട്. അപ്പോൾ പ്രതല മേഖലകളിലും ആന്തരിക മേഖലകളിലും ഏകദേശം 70-ലധികം സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ കണ്ടെത്തി. അപ്പോൾ ഉൾനാടൻ ഗ്രാമങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അവിടേക്ക് അങ്ങനെ ആളുകൾ ശ്രദ്ധിച്ചോളണമെന്നില്ല. കുറഞ്ഞ ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു ആശുപത്രിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മതസ്ഥാപനങ്ങളോ മറ്റോ പ്രവർത്തിക്കുന്ന ഒരു ഏരിയ നോക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? സൈനിക ബേസ് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. അതിൻ്റെതായിരിക്കുന്ന മറ പറ്റിയിട്ടായിരിക്കാം ഒരു പക്ഷേ. അങ്ങനെ ആ സമയത്ത് അവിടെ നിന്ന് പരീക്ഷാ നിരീക്ഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക എളുപ്പത്തിൽ സാധിക്കും. ഇതെവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം വലിയ രീതിയിൽ വാഹനങ്ങൾ പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ഏരിയകളല്ല എന്നുള്ളത്. ചിലപ്പോൾ പറയുന്നത് ഇങ്ങനെ, ചില ഫാക്ടറികളൊക്കെ പ്രവർത്തിക്കും, ചെരുപ്പിൻ്റെ ഫാക്ടറി പോലെയുള്ള അത്തരം ഫാക്ടറികളൊക്കെ പ്രവർത്തിക്കുന്ന ഏരിയകളുണ്ടാവും. ഫാക്ടറി ആണെന്ന് വിചാരിക്കും. അവിടെ ഒരു ഭാഗത്ത് ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തി നടക്കും, മറ്റൊരു ഭാഗത്ത് ആയുധമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തി നടക്കും. 2 രീതിയിൽ 2 തലത്തിലും കാര്യങ്ങൾ പോകുന്നതെന്ന് ചുരുക്കം. ഈ തരത്തിലും ഈ അവസ്ഥയിലൂടെയുമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ അവിടെ പോകുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്ന, അതായത് മാർച്ച് മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ, അതിനിടയിൽ കുവൈറ്റിലുള്ള രഹസ്യ കേന്ദ്രങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഇറാൻ ആക്രമിച്ചു. 6 സൈനികർ കൊല്ലപ്പെട്ടു, അതായത് അമേരിക്കയുടെ. അത് ഈ നടക്കുന്നത് മാർച്ച് മാസം, എനിക്ക് തോന്നുന്നു 2-ാം തീയതിയാണെന്ന്, ഏതായാലും 5-ാം തീയതിയുടെ ഉള്ളിലായിട്ടാണ് ഈ കൊല്ലപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു. 2 റിപ്പോർട്ട് അതിനോടനുബന്ധിച്ച് പുറത്തു. ഒന്ന് പറയുന്നത് വേണ്ടത്ര പ്രതിരോധ സംവിധാനം ഈ മേഖലയിൽ അമേരിക്ക വെച്ചിട്ടില്ലെന്ന് അമേരിക്കയുടെ സൈനിക മേധാവികൾ തന്നെ അഭിപ്രായപ്പെട്ടു. കാര്യം അത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഏരിയയാണ് എന്നുള്ളത്. രണ്ടാമത് പറയുന്നത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, പ്രതിരോധം തകർന്നിട്ടാണ് ഈ ആക്രമണം ഉണ്ടായത്. അത് അവർ താമസിക്കുന്ന ഇടത്തിൻ്റെ മേൽഭാഗത്ത് മേക്കൂരയിലാണ് എന്തുണ്ടാകുന്നത്? മിസൈൽ പതിക്കുന്നത്. പൊട്ടിത്തെറിച്ച് ആ സമയത്ത് മരിച്ചു. ഒരു 4 ദിവസം കഴിഞ്ഞതോട് കൂടിയിട്ട് അമേരിക്കക്ക് അത് സ്ഥിരീകരിക്കേണ്ടി വന്നു. മരണപ്പെട്ട ഓരോരുത്തരുടെയും
പേര് വിവരങ്ങൾ ഫോട്ടോ സഹിതം പ്രസിദ്ധീകരിച്ചു. അതിൽ 22 വയസ്സുള്ള ഒരാളും 55 വയസ്സുള്ള ഒരാളുണ്ട്. അതിൻ്റെ ഇടയിൽ 2-3 വയസ്സ് ഒരു ക്യാപ്റ്റൻ ആരോ അടക്കം മരണപ്പെട്ടിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരേ സമയത്ത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരേ സമയത്ത് 6 സൈനികരാണ്. 6 സൈനികർ ഒരേ സമയത്ത് കൊല്ലപ്പെടുന്നത് അതാദ്യമായിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക സാധിക്കാതെ പോയി? അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ഇതൊരു രഹസ്യ ഇടമാണ്. ഇത് കണ്ടെത്താൻ വേണ്ടി ഇറാൻ സാധിക്കുകയില്ല. അപ്രതീക്ഷിതമായി അവർ കണ്ടെത്തി. ഇപ്പോൾ ഇറാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇത് തന്നെയാണ്. രഹസ്യ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടേക്ക് മിസൈൽ പായിക്കുക. പ്രതിരോധ സംവിധാനമില്ലാത്ത ഒരുപാട് സൈനിക മേഖല രഹസ്യമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളിലെ വ്യത്യസ്ത ഭൂപ്രദേശത്ത് ഉണ്ട് എന്ന് ഇറാൻ അനുമാനിക്കുന്നു. അതിന് ചില ഈ ഒറ്റുകാരെ അല്ലെങ്കിൽ ചാരന്മാരെ ഏകോപിപ്പിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുക. മൊത്തം ഏരിയകൾ വെറുതെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ ഒരു സംശയം ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇറാൻ അറിയിക്കുക. ഇറാൻ എന്ത് ചെയ്യുക? കൃത്യമായ രീതിയിൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒപ്പിച്ചുകൊണ്ട് ആക്രമണം നടത്തുക. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല ഇവിടുന്ന് സൈനികരെ കൂട്ടത്തോടു കൂടി പുറത്തു പോകാൻ വേണ്ടി സാധിക്കില്ല. പല സ്ഥലങ്ങളിലും 25, 30, 40 ആ രീതിയിലുള്ള സൈനികരുണ്ട്. എന്തായാലും സൈനിക മേഖല കേന്ദ്രീകരിച്ചുണ്ടാകുമല്ലോ. അത്യാവശ്യം ആയുധ സംവിധാനങ്ങൾ അതുമുണ്ട്. അപ്പോൾ ആ ആയുധ സംഘം ഉപയോഗിക്കേണ്ടി വരില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ചരിത്രത്തിൽ ഇന്ന് വരെ അറേബ്യൻ ഭൂമികയിൽ അമേരിക്ക സൈനിക സംവിധാനങ്ങളും അതിൻ്റെ ആയുധങ്ങളും അതിൻ്റെ പ്രതിരോധ സംവിധാനമടക്കം എല്ലാ സംവിധാനം കൊണ്ടുവന്നിട്ട് ഇവിടെ ഗോഡൗൺ പോലെ സൂക്ഷിച്ചിട്ടും ഒരു പടക്കം പോലും അവർക്കെതിരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു പ്രാവശ്യം 2025 ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിന് ശേഷം തുടങ്ങിയ യുദ്ധത്തോടനുബന്ധിച്ചാണ് അവർ ആയുധം ഉപയോഗിക്കേണ്ടി വന്നത്. അതല്ലെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹാസംഭവമാണ്, സൂപ്പർ പവറാണ്. നമ്മൾ ഇളകിയാൽ പോലും അവർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ തരത്തിലുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും അമേരിക്കക്ക്. അപ്പോൾ യുദ്ധതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യത്തിലും വലിയ മാറ്റങ്ങളൊക്കെ അമേരിക്ക നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറമാണ് ഇറാൻ ഇപ്പോൾ പ്രയോഗിക്കുന്നത്. അഥവാ ഇതിൽ 2 രീതികൾ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇറാൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തൊരു രാജ്യവും ഇപ്പോൾ ഇറാനെതിരെ അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ അല്ലാതെ. ഇസ്രായേൽ നാളെ യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. മറ്റ് ലോകത്ത് ഒരു രാജ്യവും 200-ലധികം രാജ്യങ്ങൾ ലോകത്തുണ്ടായിട്ട് ഒരു രാജ്യം പോലും ഇറാൻ ചെയ്ത പ്രവൃത്തി തെറ്റാണ്, ഞങ്ങൾ അമേരിക്കയോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആയുധം മൂർച്ചയാക്കി വന്നിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ്. അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന സൈനിക ബലം, സൈനിക ശക്തി നിലനിൽക്കണം എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് രഹസ്യമായിരിക്കുന്ന ചില കരാറുകളൊക്കെ ഉണ്ട്, ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ട് എന്നും അനുമാനിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിന് പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത് അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന ഒരു സ്ഥിതി വിശേഷം, അതല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വരാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സർവാധിപത്യം എല്ലാ മേഖലയിലും അമേരിക്കക്കുണ്ടാവും. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ സൂപ്പർ പവറായിട്ട് നിൽക്കും. രണ്ടാമത്തെ ഒരു മറുവാക്ക് ഇസ്രായേലിനെതിരെ പറയാൻ അറേബ്യൻ രാജ്യങ്ങളില്ലാത്തൊരു സ്ഥിതി വിശേഷം വരും. അവരായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഈ സ്ഥിതിയിലേക്ക് വല്ലാതെ വൈകാതെ തന്നെ എത്തും എന്ന് അനുമാനിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അമേരിക്കക്കാണ് എപ്പോഴും മെച്ചം എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ ഒരു വാക്ക് പറഞ്ഞാൽ ആ പ്രവൃത്തി അവർ ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം വാക്ക് പാലിക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരെണ്ണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ഇറാൻ ഉണ്ട് എന്നൊരു വിശ്വാസം അറബ് രാജ്യങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറേബ്യൻ രാജ്യങ്ങളിലുള്ള പല രഹസ്യ കാര്യങ്ങളും അവരാൽ തന്നെ ചോർന്നു പോകുന്നുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു. ഇതൊന്നും ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു അന്വേഷണ സംവിധാനമാക്കി കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇപ്പോൾ തന്നെ സാധിക്കുകയില്ല. കാര്യം എന്ന് പറയാൻ ഒരു യുദ്ധമുഖത്താണ് അവരുള്ളത്. ആ യുദ്ധമുഖം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയാണ്, പ്രയാസമാണ് എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലല്ലോ. അപ്പോൾ ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബാബുൽ മന്ദബുമായിട്ട് ബന്ധപ്പെട്ട ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അങ്ങനെ ഷോർട്ട് വേയിലൂടെ ബ്ലോക്ക് ഉണ്ടാക്കുക. അത് ലോകത്തെ മുഴുവനും അത് ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഹോർമുസിൻ്റെ വിഷയം അതാണ്. ഹോർമുസാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം, കാതലായിരിക്കുന്ന ഭാഗമുള്ളത്. അതുകൊണ്ടാണ് വിജയിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ വളരെ എളുപ്പമല്ലേ ഒരു രാജ്യത്തെ കീഴടക്കാൻ? അമേരിക്കക്ക് വലിയ പ്രയാസമൊന്നും ഇല്ല എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്.
നമ്മളിപ്പോൾ വെനിസ്വേലയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇന്ന് വരെ ഇറങ്ങിയ ഒരു സിനിമയിൽ പോലും ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയത് സിനിമയാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതിനർത്ഥം വളരെ എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് ഇത് സാധിച്ചു. അത്രക്ക് ശക്തിയും കഴിവുമുള്ള ഒരു രാജ്യമായിരുന്നിട്ട് പോലും ഇറാനെ തൊട്ടപ്പോൾ കൈ പൊള്ളി എന്ന് പറയുന്നതിലെ അത്ഭുതവും ആശങ്കയുമാണ് ഇപ്പോൾ ലോകത്തിനും അമേരിക്കയ്ക്കുമുള്ളത് എന്ന് ചുരുക്കം.